ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇതൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് പറയാനുള്ളത് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഹാപ്പി ബക്രീദ്. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടാവും. പിന്നെ എന്നാ പറയണമെന്ന് വെച്ചാൽ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പം നമ്മുടെ മുസ്ലിംസായ എല്ലാവരുടെയും വീട്ടിൽ നല്ലപോലെ നമ്മുടെ നാട്ടിലൊക്കെ ബീഫായിരിക്കും അല്ലേ? ബീഫ്, നമ്മുടെ മട്ടൺ കുറവാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ബീഫ് കുറവാണ്, എല്ലാ വീട്ടിലും മട്ടനാണ്. മട്ടൺ എന്ന് പറഞ്ഞാൽ എന്നറിയോ, നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാ വീട്ടിലും ആളനുസരിച്ച് ആടിനെ വാങ്ങിക്കും. ഒന്നോ രണ്ടോ മൂന്നോ ആടിനെ വാങ്ങിച്ചിട്ട് ഈ ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പേ വാങ്ങിച്ചിട്ട് അവർക്ക് തീറ്റയും വെള്ളവും എല്ലാം കൊടുത്ത്, എന്നിട്ട് ഈ കഴുത്തിൽ ഈ കയറ് വരുന്നത് നല്ല കളർഫുൾ കയറ് വരും. കയർ എന്നിട്ട് കെട്ടിയിട്ട് പിന്നെ ഇവിടെ ഒരു നമുക്ക് ബെല്ലാക്കി ഇവിടെ പൂവൊക്കെ നല്ല പോലെ ഡെക്കറേറ്റ് ചെയ്യും കേട്ടോ. ആടിനെ നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അവരെന്നെ ചെയ്യുന്നറിയോ, തീറ്റ നല്ലപോലെ വെള്ളം കൊടുക്കും. കാരണം നല്ലപോലെ വണ്ണം വെക്കണ്ടേ, കൊല്ലറാകുമ്പോഴത്തേക്കും നല്ല തടിച്ചു കൊടുത്തിരിക്കണ്ടേ. എന്നിട്ട് എന്തറിയോ, അവർക്കൊരു നമ്മുടെ വീട്ടിൽ ഒരു പശുവിനെയൊക്കെ വളർത്തില്ലേ, അതുപോലെയാണ് അവർക്കൊരു ആടിനെ ഒരു മാസം അല്ലെങ്കിൽ ഈ പെരുന്നാൾ 2 ആഴ്ച മുമ്പ് വളർത്തുമ്പോൾ ഉള്ളൊരു സന്തോഷം. എന്നിട്ട് അതിനിടയിൽ പിള്ളേർ തീറ്റാൻ വേണ്ടി കൊണ്ടുപോകും, നടത്തിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകും. ഒരു പൊട്ടൊക്കെ തൊട്ട് നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നടന്നു പോകുമ്പോൾ ഭയങ്കര സങ്കടമാവും. കാരണം എല്ലാ വീട്ടിലും ഇങ്ങനെ അതിൻ്റെ മരണം കാത്ത് കിടക്കുന്ന പോലെ നമുക്ക് തോന്നത്തില്ലേ? അപ്പോൾ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്. മട്ടനാണ്, ബീഫ് കുറവാണ്. ബീഫ് ഉണ്ടാവും, പക്ഷേ മട്ടനാണ് ഏറ്റവും കൂടുതൽ. അപ്പം ഞാൻ പോകുന്ന ഡ്യൂട്ടിയിൽ ഫുള്ള് മുസ്ലിംസാണ്. അപ്പം എനിക്ക് തോന്നുന്നു നടന്നു പോവുകയാണെങ്കിലും, ഇന്നിപ്പം ഞാൻ വണ്ടിക്ക് പോകും, നടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡിലൊക്കെ അവർ വാഷ് ചെയ്യുന്നതും വെള്ളവും ഒക്കെ ഇങ്ങനെ വരും, ബ്ലഡൊക്കെ ആയിട്ട്. അപ്പം അത് കാണാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് വണ്ടിക്ക് പോകണം. വണ്ടിക്ക് പോയാലും കുറേ സമയം പിടിക്കും, ഫുള്ള് ട്രാഫിക്കായിരിക്കും. അതൊക്കെ പോട്ടെ. അപ്പം ഏതായാലും പെരുന്നാളൊക്കെ നല്ലപോലെ ആഘോഷിക്കുക. അപ്പം ഞാനുണ്ടല്ലോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങുവാണ്. ഞാൻ എന്നറിയോ, അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, 10 മണിയായി. കുറച്ച് ക്ലീനിങ്ങും ഇന്ന് ഞാൻ പതിവില്ലാതെ ഫ്രിഡ്ജൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത്, കുറേ ദിവസമായി ക്ലീൻ ചെയ്തിട്ട്. ഞാനിപ്പോൾ ദൂരം പോകുന്നതുകൊണ്ടേ വന്ന് മടുത്തിട്ട് ഒരൊറ്റ കിടപ്പാണ്. ഇന്നലെ അങ്ങനെയാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ നല്ലപോലെ കുളിച്ച് പുറത്തുനിന്ന് ബിരിയാണി വാങ്ങിയിട്ട് വന്നു. അപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ കഴിച്ചു കേട്ടോ, കുളിച്ചല്ല, ഡ്യൂട്ടിയിൽ നിന്ന് വന്നാലേ. അപ്പോൾ നല്ലപോലെ ഉറങ്ങി. പിന്നെ ഒരു ഫിലിം കണ്ടു. മിനിഞ്ഞാന്ന് ഞാൻ തുടരും ഫിലിം കണ്ടു, ജിയോ ഹോട്ട്സ്റ്റാറിൽ ഫിലിം. പക്ഷേ എല്ലാവരും പറഞ്ഞു സസ്പെൻസാണ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് പിടികിട്ടി. എന്ന് ചോദിച്ചാൽ അവരിങ്ങനെ കൊണ്ടുവരുമ്പം ആ കൊച്ചിൻ്റെ കാല് കാണിക്കില്ലേ, മോൻ്റെ ആ കാല് കാണിക്കുമ്പോഴത്തേക്ക് എനിക്ക് പിടികിട്ടി മോഹൻലാലിൻ്റെ മോനാന്നുള്ള കാര്യം. എല്ലാവരും പറഞ്ഞു കേട്ട് ഭയങ്കര സസ്പെൻസാന്നൊക്കെ. എന്തോ അത് കണ്ടു. ഇന്നലെ നോക്കിയപ്പം വരുത്തൻ ഫിലിം, നമ്മുടെ ആരുടെയായിരുന്നു, ഓൻ്റെ പേര് മറന്നുപോയല്ലോ. ഫഹദ് ഫാസിദിൻ്റെ ഫഹദ് ഫാസിദ് അല്ലല്ല. ഇന്നലെ രാത്രി വരുത്തൻ ഫിലിം കണ്ടു. അത് കഴിഞ്ഞ് കിടന്നപ്പോഴത്തേക്ക് നല്ലപോലെ ഉറങ്ങി എണീറ്റ്. അപ്പോൾ ഇപ്പം ഞാൻ എന്താ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ്? ഇന്ന് ഞാൻ പഴം പുഴുങ്ങിയിട്ടുണ്ട്, ഒരു മുട്ടയും പുഴുങ്ങിയിട്ടുണ്ട്. അതും കൂടെ കൂടി കഴിച്ചിട്ട് പിന്നെ പണിയൊന്നുമില്ല. പിന്നെ പോകുന്ന വഴി കുറച്ച് മുദ്ദയൊക്കെ കഴിച്ച് അങ്ങനെ ഒരു മണിയാകുമ്പോൾ ഇറങ്ങും കേട്ടോ. എന്താണെന്നറിയോ, വണ്ടി വരാൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് ട്രാഫിക് ആയതുകൊണ്ട് അങ്ങോട്ട് ആ ഏരിയയിൽ നിന്ന് ഇവിടെ നിന്നും വണ്ടി വരില്ല. അപ്പോൾ 1 മണിക്ക് ബുക്ക് ചെയ്താൽ എനിക്ക് 2 മണിയാകുമ്പോൾ എത്തുള്ളൂ, ഇല്ലെങ്കിൽ 12:30 ബുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പഴം എടുക്കട്ടെ കേട്ടോ. ഞാനുണ്ടല്ലോ വാഴപ്പഴം ഉണ്ടല്ലോ പുഴുങ്ങി എന്നറിയാം, പുഴുങ്ങിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ കുറച്ചിങ്ങനെ റോസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നെയ്യ് ഒഴിക്കട്ടെ കേട്ടോ. നല്ലപോലെ സ്പ്രെഡ് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ കുറച്ച് റോസ്റ്റ് ആവട്ടെ. രാവിലെ ഉണ്ടല്ലോ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട്, കുറച്ച് വാഷിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ മുട്ടയും അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. 2 മുട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ, അല്ലെങ്കിൽ ഓട്സ്. ഇന്നും ഓട്സാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലുള്ളതുകൊണ്ട് ഒന്ന് മാറ്റി പിടിച്ചതാണ്. ആയെന്ന് നോക്കട്ടെ. ഒരു സൈഡ് ഇങ്ങനെ ആയി. ഇത് പീസ് ചെയ്യണ നല്ലതായിരുന്നല്ലേ? അപ്പം ഞാൻ തന്നെ പീസ് ചെയ്യാം. പീസ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഇരിക്കട്ടെ. കുറച്ചും കൂടെ ഗീ വേണം തോന്നുന്നു. കുറച്ചും കൂടെ ഒഴിക്കുക അല്ലേ ഗീ. ഇത്ര മതി.
ഇത് കണ്ടോ നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ടേ. ഇത് നല്ല കളർഫുള്ളായിട്ടില്ലേ? ഇത് കണ്ടോ നല്ല കളർഫുള്ളായിട്ടില്ലേ? ഇത് കണ്ടോ. നമുക്കിവനെ പീസായിട്ട് എടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ നെയ്യ് കഴിക്കുമ്പോൾ എന്താണെന്നറിയോ ഒരു ഗുണം, നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ ബാത്റൂമിൽ പോകും കേട്ടോ. ഇത് കണ്ടോ, ഏത്തപ്പഴം മുട്ടയും സമ്പൂർണ്ണ ആഹാരം. ബട്ട് സമ്പൂർണ്ണ ആഹാരം ആകണമെങ്കിൽ പാലില്ല. പാല് ഞാനങ്ങനെ കുടിക്കാറില്ല, വല്ലപ്പോഴേ കുടിക്കാറുള്ളൂ. അപ്പം നമ്മുടെ ഏത്തപ്പഴം മുട്ടയും കഴിക്കട്ടെ കേട്ടോ. ശരിക്കും പറഞ്ഞ് എനിക്കിന്ന് ഓഫായിരുന്നു കേട്ടോ, ഡേ ഓഫായിരുന്നു. പക്ഷേ ഇന്ന് അവരുടെ പെരുന്നാളായതുകൊണ്ട് എല്ലാവരും കൂടുതലും മുസ്ലിംസാണ്. അപ്പം അവരെന്ത് ചെയ്തു, എല്ലാവർക്കും ലീവ് കൊടുത്തപ്പം നമുക്ക് ലീവ് കിട്ടിയില്ല. അപ്പോൾ ഇനി മൺഡേ ഓഫ് എടുക്കണം. ഈ സൈഡ് കൊണ്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഈ സൈഡ് നല്ല വേന, മൺഡേ പോകാൻ പറ്റുള്ളൂ. ഇന്ന് എല്ലാവരും വീട്ടിൽ ബിരിയാണി ആയിരിക്കും. മട്ടൻ എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ആർക്കും മട്ടൻ ഇഷ്ടമില്ല, മട്ടൻ്റെ സ്മെല്ലൊക്കെ. പക്ഷെ എനിക്ക് മട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. ബീഫ് ഞാൻ കഴിക്കാത്തതുകൊണ്ടാണ്, ബീഫ് ഞാൻ കഴിക്കാറില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് മട്ടൻ ഭയങ്കര ഇഷ്ടം. അപ്പോഴേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. ഞാൻ പല്ല് പറിക്കാൻ വേണ്ടി വന്ന കേട്ടോ. കുറേ ദിവസം പറിക്കണം പറഞ്ഞിട്ട് നടന്നില്ല. അപ്പം ഇവിടെ വന്ന് കണ്ടിട്ട് ഡോക്ടർ വരാൻ വേണ്ടി 11:15 വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ ആദ്യം മെഡിക്കൽ കോളേജ് ഉണ്ട്, അംബേദ്കർ മെഡിക്കൽ കോളേജിൽ പോകാനിരുന്നു. അപ്പോൾ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു അവിടെ പോയപ്പോൾ ക്യൂ നിൽക്കണം, മെഡിക്കൽ കോളേജൊക്കെ ഭയങ്കരമായിട്ട് ക്യൂ നിൽക്കും. അപ്പം എന്നാ ചെയ്തു, അവർ തന്നെ പറഞ്ഞു ഇവിടെ കൊണ്ടുവിട്ടു. അധികം പൈസ ഒന്നുമില്ല. ഇനി അവരെ ഫോൺ ചെയ്യുമ്പോൾ അവർ വരാമെന്ന് പറഞ്ഞു. എൻ്റെ പല്ലേന്ന് പറഞ്ഞത് ഈ പല്ലിൻ്റെ ഈ ലാസ്റ്റ് പല്ലില്ലേ, എൻ്റെ രണ്ടാമത്തെ ആ പല്ലാണ് ഭയങ്കര പണി എനിക്ക് തരുന്നത്. ഒരു 2 മന്ത്സായിട്ട് ഞാൻ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. രാവിലെ ആകുമ്പോൾ ഇവിടെ എല്ലാം പെയിനാകും. എങ്ങനെ വന്നാ എനിക്ക് പല്ല്, ഇവിടുത്തെ പല്ലില്ല. ഞാൻ രാവിലെ ഒരു മുട്ടയും ഒരു ഗ്ലാസ് പാലും കഴിച്ചു. ഡ്യൂട്ടിലൊക്കെയാണല്ലോ നമുക്ക് വിശക്കൂല, പുറത്തിറങ്ങി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വിശക്കും. തിന്നു കഴിഞ്ഞാണ്ടല്ലോ ഒരു പല്ല് കാണിക്കണമല്ലോ. അപ്പോൾ തിന്നു കഴിഞ്ഞ വല്ലതും പല്ലിൻ്റെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നാളക്കേടല്ലേ, അതുകൊണ്ട് ഒന്നും കഴിക്കുന്നില്ല. എനിക്കൊന്ന് ഫില്ല് ചെയ്താൽ മതി എന്നാണ് തോന്നുന്നു കേട്ടോ. അവർ പറഞ്ഞ ഫുഡ് പാർട്ടിക്കിൾ പോയിട്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയെന്നാണ് പറഞ്ഞത്. കേടൊന്നും കാണുന്നില്ല, പക്ഷേ എടുപ്പിക്കുക. കാരണം അടുത്ത് ഇവിടെ ഇൻഫെക്ഷൻ ആയാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ എല്ലാ പല്ലും എടുത്ത് പിന്നെ ഇങ്ങനെ കവളൊട്ടി പോലെ ഇരിക്കണ്ടേ ഞാൻ. ഇത് നമ്മുടെ അംബേദ്കർ സർ. അയ്യോ, ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞത് എന്നാണെന്നറിയാവോ, ക്ലീൻ ചെയ്താൽ മതി പല്ലെന്നാണ് പറഞ്ഞ്. പ്രൈവറ്റിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് റൂട്ട് കനാൽ ചെയ്യണമെന്ന്. റൂട്ട് കനാലിൻ്റെ ഇവിടെ 6,000 രൂപയാണ്. അപ്പോൾ ഇവരുടെ തന്നെ ഒരു ബ്രാഞ്ചുണ്ട് വേറെ സ്ഥലത്ത്, അവിടെ ചെന്നവർ ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം എനിക്ക് കൺഫ്യൂഷനാണ്. റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല, പക്ഷേ ഇച്ചിരി കോസ്റ്റ്ലി ആണെന്നേ ഉള്ളൂ. ഇതെല്ലാം നോക്കട്ടെ. അപ്പം ഞാൻ പോകാൻ വേണ്ടി തുടങ്ങുക. ഇത് മെഡിക്കൽ കോളേജാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്, അയ്യോ പറയാൻ മറന്നുപോലെ. ഞാൻ ആദ്യം ഒരു ഹോസ്പിറ്റൽ കാണിച്ചില്ലേ, ക്ലിനിക്ക്, അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവിടെ നിന്നാണ് അവർ പറഞ്ഞത് റൂട്ട് കനാൽ ചെയ്യണമെന്ന്. ഇത് ഫുള്ള് വലിയ മെഡിക്കൽ കോളേജാണ് കേട്ടോ. ഞാൻ വണ്ടി ബുക്ക് ചെയ്യട്ടെ, നല്ലപോലെ വിശക്കുന്നുണ്ട്.